ഇത്തവണ ലണ്ടനിൽ പോയപ്പോൾ VIP-കളായ റോയൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ. എന്തായാലും എൻ്റെ ലൈഫിലെ VIP-കളായിട്ടുള്ള കുറച്ച് ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലണ്ടനിൽ ഇത്തവണ പ്രധാനമായിട്ട് പോയേക്കുന്നത്. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഗിഫ്റ്റും സ്നാക്സൊക്കെ അങ്ങോട്ട് മേടിച്ച് കയ്യിൽ പിടിച്ചു. ഒരു സാൻഡി ആവാനുള്ള മൂഡാണ് ഇത്തവണ. എന്തായാലും നമ്മൾ നേരെ വെച്ച് പിടിച്ചത് രാധമ്മൂമ്മേനെ കാണാൻ കേട്ടോ. അമ്മൂമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ലണ്ടനിൽ വന്നപ്പോൾ ഒരു 10 ദിവസം ക്വാറൻറ്റൈൻ നിൽക്കാൻ വേണ്ടി വന്നൊരു വീടാണ്. പിന്നെ അങ്ങോട്ട് ഒരു കൊല്ലം ഞാൻ ഓക്സ്ഫോർഡ് പഠിക്കുന്ന സമയം മുഴുവൻ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെ അടുത്ത് ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു അറിയോ, എല്ലാവരും ഒക്കെ ആയിട്ട് ലണ്ടനിൽ വന്നിട്ട് നല്ല നല്ല നൈബേഴ്സിനെയൊക്കെ ദൈവം എനിക്ക് തന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എൻ്റെ ചേട്ടായിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ പിള്ളേരെല്ലാം കൂടി കൂട്ടി ഓരോ മേളാങ്കം തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നിടാവേ, ഈ ചെറിയത് മാത്രം മതി ആ വീട് മുഴുവൻ തലതിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ്ട് ആൻറ്റിക്ക് കണ്ണാടിയൊക്കെ കൊണ്ടുതരുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്ലാന് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലാണ് കേട്ടോ. സ്നോ വേഷനായിട്ടുള്ള ഒരു ട്രീ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. വെറും 2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ, കാരണം ഇതിൻ്റെ മണിയും കിണിയൊക്കെ എടുത്ത് പിള്ളേർ ഇപ്പം തന്നെ കളി തുടങ്ങി. എന്തായാലും നയന ചേച്ചി ഞാനും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പിള്ളേർ ഈ ട്രീ വന്നൊരു പാക്കറ്റ് ഉണ്ടല്ലോ, ഈ ട്രീനേക്കാളും അവർക്ക് എക്സൈറ്റ്മെൻറ്റ് ഈ ട്രീ പൊതിഞ്ഞ് വന്ന ബബിൾ റാപ്പ് അതിൻ്റെ ബോക്സൊക്കെ ആയിരുന്നു. ഹന്നമോളും ഹെനോക്കും വേണ്ടേ അതിനുള്ളിൽ കയറി നല്ല കളിയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഒരു പ്ലം കേക്കും വൈനൊക്കെ കഴിച്ച് അടിപൊളിയാക്കി. പിള്ളേർക്കൊന്നും പ്ലം കേക്കൊന്നും വേണ്ടെന്നേ, അവർ വേണ്ടേ പരിപ്പോടെയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം ശരി, ഇറ്റ്സ് മീ സാൻഡി വാൻഡി, ബൈ ദ ബൈ.